നമസ്കാരം. അപ്പോൾ ആദ്യമേ തന്നെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ക്രിസ്മസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു കുൽഫിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ പണ്ട് കാലം മുതൽ ഇപ്പോൾ ന്യൂ ജനറേഷൻ ആയാൽ പോലും എല്ലാവർക്കും, ചെറിയ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കൊക്കെ കഴിക്കാൻ വളരെ വളരെ ഇഷ്ടമായിട്ടുള്ള ഒന്നാണ് കുൽഫി. അപ്പോൾ വെറും 2 ചേരുവകൾ മാത്രം വെച്ച് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഈ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിൻ്റെ കൂടെ ഓപ്പൺ ആയി വരുന്ന ബോക്സിൽ ഓൾ എന്ന് ടിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ കുൽഫി റെഡിയാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു സോസ് പാനിലോട്ട് 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഫുൾ ക്രീമായിട്ടുള്ള പാല് തന്നെ ഉപയോഗിക്കുക. ഇതിനകത്ത് വെള്ളമൊന്നും ചേർത്ത് മിക്സ് ചെയ്യരുത്, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ പാലൊന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലോട്ടേക്ക് ഞാൻ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 2 ഏലക്ക ഇങ്ങനെ തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക പൊടിയായിട്ട് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മളിത് നന്നായി തിളപ്പിച്ചതിന് ശേഷം ഏലക്ക ഒന്ന് എടുത്ത് മാറ്റിയാൽ മതി. അതിൻ്റെ കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ലിറ്റർ പാലിന് ഏകദേശം 7-8 ടേബിൾ സ്പൂൺ എടുത്ത് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് അത്യാവശ്യം നല്ല മധുരം തന്നെ ഉണ്ടാകും. നിങ്ങൾക്കിനി കൂടുതൽ വേണമെന്നാണെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ പാല് തിളച്ച് വന്നതിന് ശേഷം പിന്നെ നമ്മൾ തവി വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അതായത് നമ്മളിപ്പോൾ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളതെങ്കിൽ അത് നന്നായിട്ട് തിളച്ച് അതിൻ്റെ പകുതിയായിട്ട് വരണം. അപ്പോഴാണ് ശരിക്കും ഈ കുൽഫിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ചിട്ട് പാല് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം നമുക്ക്. അപ്പോൾ പാലിൽ നിന്നുള്ള പാൽപ്പാടിയൊക്കെ ശരിക്കും ഇതുപോലെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കണ്ടില്ലേ, നല്ല ക്രീമിയായിട്ട് ഇതുപോലെ വരും. അതൊന്ന് ഇതിനകത്തോട്ടേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഇത് നല്ല കറക്റ്റായിട്ട് കിട്ടും. ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് കുറുക്കിയെടുക്കാം. അപ്പോഴത്തേക്ക് ആ ഒരു ലൈറ്റ് യെല്ലോയിഷ് കളറിലോട്ടേക്ക് മാറും ഇത്. അപ്പോൾ ഇത് ശരിക്കും നല്ലതുപോലെ തിളച്ച് ഇതിൻ്റെ ഒരു കളറ് മാറി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും. ആ ഒരു നല്ല പ്യുവർ വൈറ്റ് ആയിട്ടുള്ളത് മാറിയിട്ട് ഒരു ചെറിയൊരു മഞ്ഞ കളർ കണക്കാണ് നമുക്ക് കിട്ടുക. അതുപോലെ ഇത് പകുതി ഭാഗമായി മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ അധികം നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ട് കുറുക്കണ്ട. ഈ ഒരു സ്റ്റേജിലാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് ഇട്ട ഏലക്ക ഞാനൊന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി 2 മിനിറ്റ് നമുക്കിത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഞാൻ കുറച്ച് പിസ്ത പൊടിച്ചത് ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ നുറുക്കി എടുത്തിട്ടുള്ളതാണ്. അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മോൾഡിലോട്ടേക്ക് ചേർത്തിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുൽഫി മോൾഡ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഞാനിപ്പോൾ സാധാരണ ഗ്ലാസ്സിൽ വെച്ചിട്ടാണ് കാണിക്കുന്നത്. ഇതുപോലെയുള്ള ഗ്ലാസ് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഏകദേശം ഈ ഒരു സൈസിലുള്ളത് എടുത്താൽ മതി. സ്റ്റീലിൻ്റെ ഗ്ലാസ്സിൽ വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഇങ്ങനെയുള്ള ഗ്ലാസ് കയ്യിലുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഇത് തന്നെ ഉപയോഗിക്കുന്നതാണ്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കുൽഫിയുടെ മിക്സ് ഇതിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനൊരു 3 ഗ്ലാസ്സിലായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു 1/2 ലിറ്റർ പാലിൽ നിന്ന് ഏകദേശം നമുക്ക് ഇതുപോലെ 3 എണ്ണം റെഡിയാക്കി എടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് കവർ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഞാനൊന്ന് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്രീസറിനകത്തോട്ടേക്ക് വെക്കാം. ഏകദേശം ഒരു 7-8 മണിക്കൂറെങ്കിലും എടുക്കും ഇത് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കറക്റ്റ് സെറ്റായി കഴിഞ്ഞതിന് ശേഷം എത്ര ടൈം എടുത്തിട്ടുള്ളതെന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ ഫ്രീസറിനകത്ത് ഏകദേശം ഒരു 8-9 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് സെറ്റാവാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഈ ഒരു സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ ഉൾഭാഗമൊക്കെ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിപ്പോൾ നല്ല തണുപ്പാണ് ഉള്ളത്. ഇത് നമുക്ക് വെള്ളത്തിനകത്തോട്ടേക്ക് ഇറക്കി വെക്കാം. ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് ഇതിനകത്ത് നിന്ന് എടുത്തിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഞാനൊരു പാത്രത്തിലോട്ട് കുറച്ച് ഇളം ചൂടുള്ള വെള്ളം എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇതിലോട്ട് നമ്മുടെ ഗ്ലാസ് ഒന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്ത് നിന്ന് മാറ്റാം. അപ്പോൾ നമുക്ക് ഗ്ലാസ്സിനകത്ത് നിന്ന് മാറ്റാം. അപ്പോൾ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ഷേക്ക് ചെയ്യാം. അതിനുശേഷം ഈ നമ്മൾ വെച്ചിരിക്കുന്ന സ്റ്റിക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് പതുക്കെ നമുക്ക് ഇതിനകത്ത് നിന്ന് എടുക്കാം. കണ്ടില്ലേ, നമ്മുടെ കുൽഫി ഇവിടെ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ശരിക്കും നല്ല ടേസ്റ്റാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ വായിലിട്ടാൽ ശരിക്കും അലിഞ്ഞു പോകുന്ന ഒരു രീതിയിലല്ലേ നമ്മൾ വാങ്ങിക്കാൻ കിട്ടുന്നത്. അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ ഇനി നല്ലൊരു വെറൈറ്റി ഡിഷുമായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.